പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥിയായ താങ്കൾ ഇപ്പോൾ വളരെ ആശങ്കയിലും ആവേശത്തിലും ആണ്. ഒരേ സമയം ആശങ്കയുമുണ്ട്, ആവേശവുമുണ്ട്. താങ്കൾ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിലായി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ കയ്യിലുണ്ട്. ഒരു ജീവിതത്തിൻ്റെ നാഴികക്കല്ലാണ്, ഒരു മൈൽ സ്റ്റോൺ ആണ് പരീക്ഷ എന്ന് പറയുന്നത്. ആവേശം കൊണ്ടോ തിടുക്കം കൊണ്ടോ നമുക്ക് ഒന്നും നേടാനില്ല. ഇത്തിരി ശ്രദ്ധ കൊടുക്കണം, വളരെയേറെ ആഴത്തിൽ കോൺസെൻട്രേഷൻസ് കൊടുക്കണം. പരീക്ഷ എന്നുള്ളത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അത്താണിയാണ്. പരീക്ഷയെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മാത്രമല്ല, ഈ വീഡിയോയിൽ 8 ചോദ്യ പേപ്പറുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആ പേപ്പേഴ്സിൻ്റെ ആ പാറ്റേണിൽ ഉപരി മറ്റു പല പാറ്റേണും ചിലപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് വരാം. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ. അതിനു മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ, സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി നോട്ട്സിലൂടെ ഞാൻ താങ്കളുമായി ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നു. താങ്കൾ നോട്ട്സ് സബ്സ്ക്രൈബർ അല്ല എങ്കിൽ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണിലെ ഓൾ ക്ലിക്ക് ചെയ്യുക. തുടരെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ താങ്കളുടെ കൈകളിലേക്ക് എത്താൻ. മാത്രമല്ല, കണ്ടന്റ് അനുസരിച്ച്, അതിൻ്റെ ഗൗരവം അനുസരിച്ച് അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഒപ്പം തന്നെ മറ്റുള്ള സുഹൃത്തുക്കൾ പരമാവധി നിങ്ങളുടെ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പരീക്ഷ ഒരു കലയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അവിടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ടൂളാണ് പരീക്ഷ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അത് കണ്ടെത്തിയിരിക്കുന്നത് വളരെ വലിയ ശാസ്ത്രീയമായ 3 രീതിയിലാണ് പരീക്ഷകൾ നടത്തുന്നത്. ഇഗ്നോ പരീക്ഷ നടത്തുന്നതും അതേ 3 രീതി തന്നെയാണ്. ഒന്ന്, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിലെല്ലാം തന്നെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളത്, നിങ്ങൾ എത്ര പേർ അത് പൂർത്തീകരിച്ചു. ഓരോ യൂണിറ്റിൻ്റെ പകുതി അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഓരോ ഭാഗം കഴിയുമ്പോഴും ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് എഴുതി തന്നിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന നിമിഷങ്ങളിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് അവിടെ എഴുതി വയ്ക്കുക. ആ എഴുതി വയ്ക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭവം ഉണ്ടാവുകയാണ്. കുറേ ഇരുന്ന് വായിച്ചുകൊണ്ട്, ചിലരുണ്ട് പാട്ട് വെച്ചുകൊണ്ടിരുന്ന് വായിച്ചാലേ എനിക്ക് വായന വരൂ എന്ന് ഒരു മിഥ്യാധാരണ അവർ വച്ച് പുലർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും എനിക്ക് തിന്നുകൊണ്ടിരുന്നാലേ എനിക്ക് ഇങ്ങനെ സംഭവിക്കൂ എന്നുള്ള ഒരു മിഥ്യാധാരണ അവരുടെ മനസ്സിൽ ഇങ്ങനെ ആണ്ടിരിക്കുകയാണ്. അത് സൈക്കോളജിയിൽ അതിന് പറയുക സ്റ്റിഗ്മ എന്നാണ്. ചില സംഗതികൾ അവരുടെ മേലെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വച്ചിരിക്കുന്നു, ഒട്ടിയിരിക്കുന്നു. അങ്ങനെയല്ല. പരീക്ഷ എന്ന് പറയുന്നത് ചില ശാസ്ത്രീയമായ സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് സെൽഫ് ഇവാലുവേഷൻ. സ്വയം നമ്മൾ വിലയിരുത്തണം, ഞാൻ ഏത് ലെവലിലാണ് ഉള്ളത്. നമ്മൾ മറ്റാരെയും ബോധിപ്പിക്കാനല്ല, നമ്മൾ നമ്മെ തന്നെ ബോധിപ്പിക്കാൻ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെല്ലാം അതിനുള്ള ഗ്യാപ്പ് ഇഗ്നോ നൽകുന്നു, സെൽഫ് ഇവാലുവേഷൻ. അതിൻ്റെ മറ്റൊരു വലിയ മേഖലയാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഇഗ്നോ നമുക്ക് നൽകുന്ന അസൈൻമെന്റുകളെല്ലാം. നേരത്തെ തന്നെ ചോദ്യ പേപ്പർ നമ്മുടെ മുമ്പിൽ അസൈൻമെന്റ്സ് നേരത്തെ തന്നു. ആ ചോദ്യ പേപ്പറുകളിലൂടെ നമ്മൾ കടന്നുപോയി. എത്രത്തോളം നമ്മൾ അവിടെയും കുട്ടിക്കളി കളിക്കുന്ന, ജീവിതത്തെ നിസ്സാരമായി കാണുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ ജീവിതത്തെ അത്രയും നിസ്സാരവൽക്കരിക്കുകയാണ്. അവർ അവസാന നിമിഷത്തിൽ പോയി എല്ലാം കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ ഗുളിക രൂപത്തിലുള്ള 49 രൂപയ്ക്ക് വാങ്ങാൻ
വാങ്ങാൻ കിട്ടുന്ന സോൾവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളെ വാങ്ങിച്ച് ഒരേ തരത്തിൽ പകർത്തിക്കൊണ്ടിരുന്ന സ്വന്തം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അപാരമായ കഴിവ് അഥവാ ബുദ്ധിയെ അവർ കൃത്യമായി വിനിയോഗിക്കാതെ, അത്തരത്തിലുള്ള ബുദ്ധിയെ കൃത്യമായി പ്രയോഗിക്കാതെ മറ്റാരെയെങ്കിലും എഴുതി തന്നത് വെച്ച് അതനുസരിച്ച് ജീവിതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കുന്ന കുറേ ആളുകളുണ്ട്. ഓടയിലെ ചപ്പും ചവറുമല്ല നിങ്ങൾ. ആരെങ്കിലും വന്നൊന്ന് ഇളക്കി വിട്ടാൽ അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഓടയിലെ ചപ്പും ചവറുമല്ല, മറിച്ച് മലയിൽ നിന്ന് ഒഴുകി വരുന്ന മനോഹരമായ ദ സ്വീറ്റസ്റ്റ് നീരുറവയാണ് നിങ്ങൾ. ഒരു അരുവിയാണ് നിങ്ങൾ, ഒരു സ്ട്രീമാണ്. വളരെ മനോഹരമായി ഒഴുകി വരുന്ന, മലയുടെ മുകളിൽ നിന്ന് വന്ന് മലച്ചെരിവുകളിലൂടെ ഇറങ്ങി എല്ലാ അംശങ്ങളും എല്ലാ ഔഷധ ഗുണങ്ങളും ചേർന്ന് ഒഴുകി വന്ന് അവസാനം അത് മനോഹരമായി നമ്മൾ നുകരാൻ, നമുക്ക് കുടിക്കാൻ പറ്റിയ മനോഹരമായ ഒരു നീരുറവയാണ് നിങ്ങളും നിങ്ങളുടെ മനസ്സും. പക്ഷേ നിങ്ങൾ ആരെങ്കിലും കലക്കി തന്ന ഒരു ചെറിയ ഒരു ബോട്ടിൽ, ഒരു ലായനി നിങ്ങൾ കുടിക്കാനുള്ള ആ ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. ഒരിക്കലുമല്ല. നിങ്ങൾ വളരെ വലിയ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. ബട്ട് യു ആർ നോട്ട് ബിലീവിങ് യുവർ പൊട്ടൻഷ്യൽ. അതാണ് ഇവിടെ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഇഗ്നോയിലൂടെ ആണെങ്കിലും അല്ലെങ്കിലും പരീക്ഷയ്ക്ക് വിജയിച്ച് മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നാളെ നിങ്ങളെ അളക്കാനുള്ള അളവുകോൽ. നിങ്ങൾ എത്ര തന്നെ മിടുക്കനായിക്കോട്ടെ, ആരുടെ മുമ്പിലൊക്കെ മിടുക്കനായിക്കോട്ടെ, ഏത് ലെവലുള്ള മിടുക്കനായിക്കോട്ടെ, മിടുക്കി ആയിക്കോട്ടെ, നിങ്ങളുടെ മാർക്ക് ഷീറ്റിലെ സ്കോർ ആണ് നാളെ നിങ്ങൾക്ക് ചില ലെവലുകൾ നൽകുന്നത്. ജോലിയുടെ പ്രൊമോഷൻ ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലായിക്കോട്ടെ, എന്തിനെ വിവാഹം ചെയ്യുമ്പോൾ, ആണാണെങ്കിൽ പെണ്ണിൻ്റെ കാര്യത്തിലും പെണ്ണാണെങ്കിൽ ആണിൻ്റെ കാര്യത്തിലും ആ ഒരു മൂല്യം കൽപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന് മാത്രമാണ്, ആ വിദ്യാഭ്യാസത്തിലെ സ്കോറുകൾക്ക് മാത്രമാണ്. അത് നിങ്ങളുടെ തലയിലുള്ള അറിവ്, ജ്ഞാനം, നിർമ്മിക്കപ്പെട്ടതും സമ്പാദിക്കപ്പെട്ടതും അനുഭവിച്ചതുമായ വിവരങ്ങളാണ്. നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയില്ല എന്ന് ആണയിട്ട് ഞാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ല ഒരു ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നില്ല, ഒരു ഇലക്ട്രീഷ്യനെ തിരഞ്ഞെടുക്കുന്നു, ഒരു പ്ലംബറിനെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കെട്ടുപണിക്കാരനെ തിരഞ്ഞെടുക്കുന്നു, ഒരു ആശാരിയെ തിരഞ്ഞെടുക്കുന്നു. അയാളെ നിങ്ങൾ എന്താണ് കാണുന്നത്? അയാളിലെ ക്വാളിറ്റിയാണ് കാണുന്നത്. അയാളോട് നിങ്ങൾ പറയുന്നു, വേറെ ഒരാൾ റെക്കമെൻഡ് ചെയ്യുകയോ നിങ്ങൾ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യുകയോ പറയുമ്പോൾ അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നാണ് പറയുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നല്ല മുൻ അനുഭവമുള്ള എക്സ്പീരിയൻസിൻ്റെ പച്ചമലയാളം അനുഭവം. അനുഭവം എന്ന് പറയുന്നത് മുമ്പേ ആണല്ലോ ഉണ്ടാവുക, ശേഷമല്ലല്ലോ ഉണ്ടാവുക. അപ്പം അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രെയിനിങ് ആ മേഖലയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളും നല്ല എക്സ്പേർട്ട് ആകണമെങ്കിൽ, എമിനൻ്റ് ആകണമെങ്കിൽ, എക്സലൻ്റ് ലെവലിൽ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളും കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, ട്രെയിനിങ് നടത്തണം. അങ്ങനെയുള്ള ചോദ്യ പേപ്പറുകളിൽ ഞാൻ പറയുന്നത് നമുക്ക് വിതയ്ക്കാം. വിതച്ചിട്ട് എൻ്റെ പണി തീർന്നു എന്നുള്ളതല്ല. വിതച്ചതിന് ശേഷം നമ്മൾ അതിനെ പരിപാലിക്കണം, മനോഹരമായി പരിപാലിക്കണം. കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം, വെള്ളം കൃത്യമായി ഒഴിക്കണം, സൂര്യപ്രകാശം കൃത്യമായി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരിപാലിക്കണം, ഓമനിക്കണം, അതിനെ മനോഹരമായി നമ്മുടെ നെഞ്ചോട് ചേർത്തി വെക്കണം. എന്നിട്ട് അത് നല്ല വിളവ് നമ്മുടെ അടുത്തേക്ക് നൽകുമ്പോൾ അത് മനോഹരമായി നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെയാണ് പഠനത്തിൽ നമ്മൾ ജോയിൻ ചെയ്തു മാത്രമല്ല, ഉത്തരവാദിത്തം തീർന്നില്ല. നന്നായി പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, വെറുതെ കുറെ പഠിച്ചാൽ മാത്രം പോരാ, അത് ഇടക്കിടക്ക് പരിശോധിക്കണം. അത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം, നിങ്ങളത് ചെക്ക് ചെയ്യണം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്യണം, മൂല്യനിർണ്ണയം നടത്തണം. അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം അത് കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കണം, ഉപയോഗിക്കണം. അത് ഉപയോഗിക്കണം, പരിശീലിക്കുക വേണം. എന്നിട്ട് അത് ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ കൃത്യമായി ഉപയോഗിക്കുകയും അതിലൂടെ കിട്ടുന്ന അനന്തര ഫലം, അതിലൂടെ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന വലിയ
ടേണിംഗ് പോയിന്റ് ആണ് ആ സർട്ടിഫിക്കറ്റിലെ ഗ്രേഡ് കാർഡിൽ കിട്ടുന്ന മാർക്കുകൾ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി വളരെയേറെ ആഴത്തിൽ ശാസ്ത്രീയമായി തയ്യാറാവുക. ഞാൻ ഈ പറയുന്നത് എല്ലാവരും 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ 12 മണിക്കൂർ ഉറങ്ങാതെ നിങ്ങൾ ഇരുന്ന് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ശാസ്ത്രീയമായി പറയുമ്പോൾ ആകെ ഒരു ദിവസത്തിൽ 8 മണിക്കൂറേ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പാടുള്ളൂ. അതേ 8 മണിക്കൂർ സുന്ദരമായി നിങ്ങൾ ഉറങ്ങുകയും വേണം. തലച്ചോറിന് നല്ല വിശ്രമം കൊടുക്കണം. മറ്റ് 8 മണിക്കൂർ മറ്റ് പ്രവർത്തികൾ ചെയ്യണം. ആ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, തലയ്ക്കകത്ത് മറ്റൊരു ഭാഗത്ത്, ബ്രെയിനിൻ്റെ 2 ഭാഗത്തിൽ, ലെഫ്റ്റിലോ റൈറ്റിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾ നേരത്തെ പഠിച്ചത് അതിങ്ങനെ തികട്ടിക്കൊണ്ട് ഓർത്തുകൊണ്ട് പ്രോസസ്സിങ് നടത്തിക്കൊണ്ട് ഇരിക്കും. നിങ്ങൾ അലക്കുമ്പോൾ ആയിക്കോട്ടെ, ജോലി ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, എഴുതുമ്പോൾ ആയിക്കോട്ടെ, യാത്ര ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, വിശ്രമിക്കുമ്പോൾ ആയിക്കോട്ടെ, ചിലപ്പോൾ പത്രം വായിക്കുമ്പോൾ ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ആയിക്കോട്ടെ, അപ്പോഴെല്ലാം ഈ സംഭവം നിങ്ങൾ പഠിച്ച സംഗതി നല്ല രസകരമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടി 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 കളിക്കും. അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കത് പോരാ എന്ന് കാണുമ്പോൾ വീണ്ടും അതിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവുകയും അതിങ്ങനെ നുകരാനുള്ള ആകാംക്ഷ നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ കുറച്ച് പരീക്ഷാ പേപ്പറുകൾ താങ്കളെ പരിചയപ്പെടുത്താം. നിങ്ങൾ നിർബന്ധമായും മോഡൽ എക്സാമിനേഷൻസ് നടത്തിയിരിക്കണം. നിർബന്ധമായും നോട്ട്സിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ ഇഗ്നോയുടെ ചോദ്യപേപ്പറുകൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ചോദ്യപേപ്പറുകൾ എല്ലാം തന്നെ പ്രിന്റ് എടുത്ത് വയ്ക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ മൊബൈലിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചാൽ മതി. മൊബൈലിൽ നിന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. മൊബൈലിൽ നിന്ന് വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാവുന്ന സംഗതികളേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ലെവൽ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ നമുക്ക് പരീക്ഷ പേപ്പറുകൾ കുറച്ച് പരിചയപ്പെടാം. ഏതൊക്കെ തരത്തിലാണ്? ഞാനിപ്പോൾ 6 വിഭാഗം പരീക്ഷാ പേപ്പർ പരിചയപ്പെടുത്തുമ്പോൾ ഓരോ പേപ്പേഴ്സും ഓരോ കോഴ്സും നിങ്ങൾ ആദ്യം കോഴ്സ് കോഡ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിൽ ഏത് മാർക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ ഞാൻ MEG 1 MA ഇംഗ്ലീഷിന് വേണ്ടി ഇംഗ്ലീഷ് MA ഇംഗ്ലീഷിന് വേണ്ടി മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതിലേക്ക് MEG 1 എന്നുള്ള പേപ്പറാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്പർ ഓഫ് പ്രിന്റഡ് പേജസ് 4 എണ്ണം ഉണ്ട്. ജൂൺ 2020 ഒരു ചോദ്യ പേപ്പർ ബ്രിട്ടീഷ് പോയട്രിയുടെയാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കണ്ടന്റാണ്. എക്സാമ്പിൾ എനിക്ക് 4 എണ്ണോ 2 എണ്ണം അല്ലേ എടുക്കാൻ പറ്റുകയുള്ളൂ. മണിക്കൂറുകൾ എത്രയാണ് എന്ന് ഓർക്കുക. 3 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂറാണെങ്കിൽ 100 മാർക്ക് എന്നുള്ളതായിരിക്കും. 2 മണിക്കൂറാണെങ്കിൽ 50 മാർക്കിനുള്ളതായിരിക്കും. ആ നോട്ട് കൃത്യമായി വായിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൽസറി എന്നാണ് ഈ പാറ്റേണിൽ പറയുന്നത്. മറ്റൊരു പാറ്റേണിൽ ചിലപ്പോൾ അത് പറഞ്ഞോളണം എന്നില്ല. അപ്പൊ നന്നായി വായിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൽസറി. ആൻസർ എനി 4 അതർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൽസറി എനി അതർ 4. മറ്റുള്ളതിൽ നിന്ന് 4 എണ്ണം എഴുതുക. അപ്പോൾ ഒരുപാട് ചോയ്സസ് തന്നിട്ടുണ്ട്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നോ അഡീഷണൽ ആൻസർ ബുക്ക്ലെറ്റ് ഷാൽ ബി പ്രൊവൈഡഡ്. അഡീഷണൽ ബുക്ക്ലെറ്റ് ഒരു തുണ്ട് കടലാസ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. ആ കിട്ടിയ ബുക്ക്ലെറ്റ് അല്ലാതെ ഒരു അഡീഷണൽ ഷീറ്റും നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഴുത്ത് വെറുതെ ഡോണ്ട് ബീറ്റ് ദ ബുഷ് എന്ന് പറയുന്നത് പോലെ വെറുതെ ചപ്പും ചവറുകളിലും പുൽത്തകിടികളിലും അടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയല്ല. കൃത്യമായി പോയിന്റൈസ് ചെയ്യണം. പോയിന്റൈസ് ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് ഞാൻ ആലോചിച്ച് എഴുതാം എന്നുള്ള ചിന്ത ഒഴിവാക്കി നേരത്തെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം. നോ അഡീഷണൽ ആൻസർ ബുക്ക്ലെറ്റ് ഷാൽ ബി പ്രൊവൈഡഡ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം കമ്പൽസറി എന്ന് പറയുന്നു. അതിൽ തന്നെ ഇന്റേണൽ ചോയ്സസ് ആണ്. ഓരോ ചോദ്യ പേപ്പറിനും ഓരോ പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ഇതേ MEG 1 തന്നെ 4 എണ്ണം പഠിച്ചിട്ടുണ്ട് എന്ന് കരുതുക, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ആ 4 തരത്തിലായിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. MEG 1 ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൽസറി. അവിടെ തന്നെ കണ്ടില്ലേ, ആൻസർ വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എനി 2 ഓഫ് ദ ഫോളോയിങ്. 10 × 2 20. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ചോദ്യം കമ്പൽസറിയാണ്. അതിൽ എനി 2 എന്ന്
പറയുന്നു. അവിടെ തന്നെ ഇന്റേണൽ ചോയ്സസ് തന്നിരിക്കുകയാണ്, മൾട്ടിപ്പിൾ ചോയ്സസ് ഇന്റേണൽ ആയി തന്നിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം നിർബന്ധം, അതിൽ തന്നെ ഒന്നാമത്തെ ചോദ്യത്തിൽ എനി ടു എന്ന് പറഞ്ഞിട്ട് അവിടെ എ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ബി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ 4 എണ്ണവും 4 ചോദ്യവും തന്നിട്ട് എ എന്നുള്ള ചോദ്യം, ബി എന്നുള്ള ചോദ്യം, സി എന്നുള്ള ചോദ്യം, ഡി എന്നുള്ള ചോദ്യം, ഈ 4 ചോദ്യത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എടുത്താൽ മതി. പക്ഷെ ആ ഒന്നാമത്തെ ആ പാറ്റേൺ നിർബന്ധമായും എടുക്കണം. 10 × 2 20 മാർക്ക്. അപ്പൊ 10 മാർക്കിനാണ് ഞാൻ ഓരോന്നും എഴുതുന്നത്. ആകെ എനിക്ക് 5 ചോദ്യം 20 മാർക്കിന്റെ കിട്ടും. 3 മണിക്കൂർ, അതിനെ 5 ആയി ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഓരോന്നിനും 20 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് 30 മിനിറ്റ് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കണം. 30 മിനിറ്റ് ആകുമ്പോൾ 3 15 150, എനിക്ക് ഉള്ളത് 3 മണിക്കൂറിൽ 180 മിനിറ്റ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും ഞാൻ 30 മിനിറ്റിൽ ഞാൻ അത് എഴുതി തീർത്താൽ എനിക്ക് ബാക്കി അരമണിക്കൂർ കൊണ്ട് ഒരു ചോദ്യം എഴുതി തീർത്താൽ അവസാനം എനിക്ക് അരമണിക്കൂർ ബാക്കി കിട്ടും. ആ അരമണിക്കൂറിൽ എനിക്ക് എഴുതാനുള്ളത് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ധാരണയിൽ എത്തിച്ചേരാം. അങ്ങനെ അവസാനം നിങ്ങൾ ഉത്തരം എഴുതുന്നു, ഏകദേശം പേജ് ഉണ്ട് എങ്കിൽ ഒരു 5-6 ലൈൻ വിട്ടിട്ട് ഒരു സ്കെയിൽ കൊണ്ട് ഒരു വര വരച്ച് അടുത്ത നമ്പർ എഴുതി അങ്ങനെ ഭംഗിയായിട്ട് മൊത്തം എത്ര പേജ് ഉണ്ട് എന്നുള്ളതെല്ലാം മനോഹരമായി മനസ്സിലാക്കി വളരെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി അയ്യോ ആൻസർ ഷീറ്റ് ഇനി കിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കടുകുമണി പോലത്തെ അക്ഷരത്തിൽ നിങ്ങൾ എഴുതി കൂട്ടരുത്. ഒരു റീഡബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ വേണം നമ്മൾ എഴുതുക എന്നുള്ളത് വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. ഇതിന് അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്? പോയിന്റ് നമ്പർ 2 മൊത്തം 4 എണ്ണം എഴുതണം എന്നാണ് പറയുന്നത്. അഡീഷണൽ ബാക്കിയുള്ളതിൽ നിന്ന് 4 എണ്ണം എഴുതണം. അപ്പോൾ പോയിന്റ് നമ്പർ 2 20 മാർക്ക്, പോയിന്റ് നമ്പർ 3 20 മാർക്ക്, 4ാമത്തെ ക്വസ്റ്റ്യൻ 20 മാർക്ക്, 5ാമത്തെ ക്വസ്റ്റ്യൻ 20 മാർക്ക്, 6ാമത്തെ ക്വസ്റ്റ്യൻ 20 മാർക്ക്. ആ 6ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എനി വൺ പോയം എന്നുള്ളത് 4 പദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിലെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ആ ഒന്നിനാണ്, ഈ 4 എണ്ണത്തിൽ നിന്ന് 1 എഴുതാനാണ്. അതിന് 20 മാർക്ക്. അപ്പൊ ഇതാണെങ്കിൽ 20, ഇതാണെങ്കിൽ 20, ഇതാണെങ്കിൽ 20, ഇതാണെങ്കിൽ 20, ഇതിലേതെങ്കിലും 1 എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ആ 4 എണ്ണത്തിൽ നിന്ന് 1 ചെയ്യണം. അപ്പൊ ഇന്റേണൽ ചോയ്സിന്റെ അകത്ത് ഇന്റേണൽ ചോയ്സ് തന്നിരിക്കുകയാണ്. പിന്നെ വേറെയും കുറെ ചോദ്യങ്ങൾ, മൊത്തം 8 ചോദ്യങ്ങളിൽ നിന്ന് 4 എണ്ണം തരികയും അതിൽ 1 സ്വാഭാവികമായും ഇന്റേണൽ ക്രെഡിറ്റ് ഇന്റേണൽ ചോയ്സസ് ഉള്ള ഒരു രൂപത്തിലുമാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ പരിചയപ്പെട്ടത്. ജൂൺ 2020 പരിചയപ്പെട്ട പാറ്റേൺ ആണ്. ഇതേ സംഗതി തന്നെ നമ്മൾ മറ്റൊരു സംഗതി ഡിസംബർ 2020 അതേ MEG 1 എന്നുള്ള പാറ്റേൺ എങ്ങനെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്പർ ഓഫ് പ്രിന്റഡ് പേജസ് 3 ഉള്ളൂ, നേരത്തെ അത് 4 ആയിരുന്നു. ഓക്കെ, മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് MEGയിൽ ബ്രിട്ടീഷ് പോയട്രിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൽസറി. ആൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക് അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ്. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെല്ലാം ഒരേ മാർക്കാണ് എന്നാണ്. ആൻസർ എനി 4 അതർ ക്വസ്റ്റ്യൻസ്, മറ്റ് 4 എണ്ണം എഴുതുക. അറ്റംപ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഇൻ ആൾ ഇൻ 1 ആൻസർ ബുക്ക്ലെറ്റ്. ഒരു ആൻസർ ബുക്ക്ലെറ്റിൽ 5 എണ്ണം നിർബന്ധമായും എഴുതിയിരിക്കണം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ 2 എണ്ണം എഴുതാൻ, ഒന്നാമത്തത് കമ്പൽസറി, ആ ഒന്നാമത്തതിൽ തന്നെ 2 എണ്ണം എഴുതാൻ 10 × 20. അപ്പോൾ 30 മിനിറ്റ് ആണ് ഒരു ചോദ്യത്തിന് എന്ന് കരുതിയാൽ ഇങ്ങനെ വരുമ്പോൾ ഒന്നിന് 15 മിനിറ്റ് വെച്ച് ഈ 2 എണ്ണം നിങ്ങൾക്ക് ഭംഗിയായി എഴുതാവുന്നതാണ്. നേരത്തെ ഉള്ളതുപോലെ തന്നെ 4 എണ്ണം തന്നു. പിന്നെ ഒന്ന് കൃത്യമായ ഒരു നോട്ട്, ആൻസർ എനി 4 അതർ ക്വസ്റ്റ്യൻസ് 20 × 4 80 എന്ന് തന്നിരിക്കുന്നു. അടുത്തത് തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് 4 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റിൽ നിന്ന് 20, ഇതിലെ 2 തരം ക്വസ്റ്റ്യൻസ് ഒന്നിൻ്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 10 വീതം മാർക്കുകൾ വീതിക്കപ്പെടും. ഇവിടെയും തന്നെ അതുപോലെ 2 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഇതുപോലെ ഏതെങ്കിലും ഒരു രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും അല്ലെങ്കിൽ വിപുലീകരിക്കപ്പെടും. 4ാമത്തതിലും ഇതേപോലെ തന്നെ, 5ലും ഒരേപോലെ, 6 ഒരേപോലെ, 7 ഒരേപോലെ, 8 ഒരേപോലെ, 9 ഒരേപോലെ, എല്ലാം ഒറ്റ ചോദ്യമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 2 ചോദ്യങ്ങൾ, ഓരോന്നിൻ്റെ അകത്തും ചിലതിലെ ഒറ്റ ചിലതിലെ 2 എന്നുള്ള അർത്ഥത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ചോദ്യം തന്നത് കഴിഞ്ഞ പേപ്പറിൽ ഉണ്ടായിരുന്ന പാറ്റേണിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. മറ്റൊരു പേപ്പർ നമുക്ക് പരിശോധിക്കാം. MEG 1 തന്നെ ജൂൺ 2021
ഏറ്റവും അവസാനം നടന്ന 2 പരീക്ഷകളാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൾസറി. അറ്റംപ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഇൻ ഓൾ ഇൻ 1 ആൻസർ ബുക്ക്ലെറ്റ്. ഒറ്റ ആൻസർ ബുക്ക്ലെറ്റിൽ തന്നെ എല്ലാം എഴുതണമെന്ന് വീണ്ടും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. 3 മണിക്കൂർ 100 മാർക്കിന് ഉള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ എനി 2 1 ഈസ് കമ്പൾസറി, എനി 2 എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. എ ബി സി ഡി എന്നുള്ള 4 എണ്ണം തന്നിരിക്കുന്നു. ഒപ്പം ഇവിടെ ആൻസർ എനി 4 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 × 20 80 മാർക്ക്, ഓരോന്നിനും 20 മാർക്ക് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെയും ഒന്നിൻ്റെ അകത്ത് ഇന്റേണൽ ചോയ്സ് പോലെ 2 ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഇവിടെ അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എനി 1 ഓഫ് ദ ഫോളോയിങ് പോയംസ്. നേരത്തെ പറഞ്ഞത് 4 എണ്ണം തന്നിട്ട് 1 എഴുതാൻ പറഞ്ഞു, 20 മാർക്ക്. ഇവിടെ 3 എണ്ണം തന്നിട്ട് 1 എണ്ണം എഴുതാം. അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നതിന് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ എന്നാണ് വീണ്ടും വീണ്ടും മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത്. 4ാമത്തെ ചോദ്യം 2 ചോദ്യങ്ങൾ ഉണ്ട്. 5ാമത്തത് ഒരു സിമ്പിൾ ചോദ്യം, 6ാമത്തതിൽ മറ്റൊരു ചോദ്യം, 7ാമത്തതിൽ 1, 8ാമത്തതിൽ 1, 9 ഇരട്ട ചോദ്യം ഉള്ള ഒരു ചോദ്യമാക്കി. അങ്ങനെ ഒരു പാറ്റേൺ. അപ്പം നേരത്തെ ആദ്യം നമ്മൾ പരിചയപ്പെട്ടതിൽ ഈ 3 എന്നുള്ളതിൽ 4 ചോയ്സസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 ചോയ്സസ് ഉള്ളതാണ് ഉള്ളത്. നമുക്ക് MEGയിൽ തന്നെ 4ാമത്തെ ഒരു പാറ്റേൺ പരിചയപ്പെടാം. ഡിസംബർ 2021 ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പരീക്ഷയിൽ കൃത്യമായി പറയുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൾസറി, ആൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക് എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൾസറി. ഇവിടെ പറയുന്നത് നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനി 2 എന്നുള്ളത് 10 × 20 4 എണ്ണം തന്നിട്ട് എനി 2 ചെയ്യാനാണ് പറയുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആൻസർ എനി 4 എന്നുള്ള അർത്ഥത്തിൽ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്റേണൽ ആയിട്ടായിരുന്നു 1 തന്നിരുന്നത്. ഇപ്പൊ അവസാനത്തെ 8 9 എണ്ണമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ എണ്ണം 1 ചുരുക്കിയിരിക്കുന്നു. 2 3 4 5 6 7 8 എന്നുള്ളത് തന്നിട്ട് 8ാമത്തതിൽ നിന്ന് 1 എണ്ണം ക്രിട്ടിക്കൽ അപ്രീസിയേഷൻസ് നടത്താൻ വേണ്ടി ഒരു പോയം. അപ്പോൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ പോയം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അത് അങ്ങനെ എല്ലാ മേഖലയിലും കയറി വരുന്നു എന്ന് വിചാരിക്കുക. അതിനൊരു ചെറിയ മുൻതൂക്കം കൊടുത്താൽ ഏതെങ്കിലും ഒരു പദ്യം, നമുക്ക് ഇഷ്ടമുള്ള പദ്യം ചിലപ്പോൾ അത് വരികയാണെങ്കിൽ വളരെ മനോഹരമായി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പാറ്റേണുകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡിഗ്രി കുട്ടികളുടെ കോമൺ പേപ്പറായിട്ടുള്ള ഒരു നമ്മളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് ഓൺ എൻവയോൺമെന്റൽ സ്റ്റഡി എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്പർ ഓഫ് പേജസ് 20 ആണ്. ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് BAക്കും BComനും BScക്കും എല്ലാറ്റിനും കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് 2 മണിക്കൂറാണ്. 50 മാർക്ക് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അതിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് അത് രണ്ടും ഒപ്പം കിട്ടിയിരിക്കുന്നത്. ജനറൽ ഇൻസ്ട്രക്ഷൻ ഇത് OMR ഷീറ്റിലാണ് ഇതിനെ ചെയ്യേണ്ടത്. എല്ലാ ചോദ്യവും കമ്പൾസറിയാണ്. 50 ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും 1 മാർക്ക് വീതമാണ്. ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് 4 ആൾട്ടർനേറ്റീവ്സ്. 4 ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ 1 ഓഫ് വിച്ച് ഈസ് കറക്റ്റ്. ഒരെണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. റൈറ്റ് ദ സീരിയൽ നമ്പർ ഓഫ് യുവർ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ആൻസർ ബിലോ ദ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് നമ്പർ ഇൻ ദി OMR ഷീറ്റ്. OMR ഷീറ്റിൽ 4 നമ്പർ തന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ആ നമ്പർ മാത്രമാണ് നിങ്ങൾ അതിൽ കാണിക്കേണ്ടത്. റൈറ്റ് ദ സീരിയൽ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ സീരിയൽ നമ്പർ ഓഫ് യുവർ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ആൻസർ ബിലോ ദ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ നമ്പർ ഇൻ OMR ഷീറ്റ് ആൻഡ് ദെൻ മാർക്ക് ദ റെക്ടാങ്കിൾ ഫോർ ദ സെയിം നമ്പർ ഇൻ ദാറ്റ് കോളം. അതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇഫ് യു ഫൈൻഡ് ദാറ്റ് നൺ ഓഫ് ദ ഗിവൻ ആൾട്ടർനേറ്റീവ് ഈസ് കറക്റ്റ്, ആ തന്നിരിക്കുന്നതിൽ ഒരു ആൾട്ടർനേറ്റീവും കറക്റ്റ് അല്ല എങ്കിൽ ദെൻ റൈറ്റ് 0 ആൻഡ് മാർക്ക് ഇൻ ദ കോളം 0. ആ 0 എന്നുള്ള മാർക്ക് എഴുതി ആ കോളം ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ 4 എണ്ണമല്ല 5 എണ്ണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഈ ജനറൽ ഇൻസ്ട്രക്ഷൻസ് മുൻകൂട്ടി പരിചയപ്പെട്ടിട്ട് പോയിട്ടുള്ളതാണെങ്കിൽ പോലും നിങ്ങൾ ആ ചോദ്യം ആദ്യം പരീക്ഷാ ഹാളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഉള്ള അധ്യാപകരെ കാണുമ്പോൾ തന്നെ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് തലയിലേക്ക് ഒരു വല്ലാത്ത തരിപ്പ് ഇങ്ങനെ കയറുന്ന ഒരു ഭ്രമം പൊതുവെ ഉണ്ടാകാറുണ്ട്. അത് എത്ര വലിയ ആളാണെങ്കിലും പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ഭ്രമം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് 10 മിനിറ്റ്
മിനിറ്റ് നിങ്ങൾ നേരത്തെ പോയി കൂൾ 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 റിലാക്സ് കൂൾ ഓഫ് ടൈം. 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷ എഴുതുമ്പോൾ കേരള സിലബസിൽ നിർബന്ധമായും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി കൂളായി റിലാക്സായി കാര്യങ്ങൾ എന്നിട്ട് മനോഹരമായി ഒരു പ്രാർത്ഥനയോടുകൂടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ചോദ്യപേപ്പറുകൾ വായിക്കുക. നേരത്തെ നിങ്ങൾ വായിച്ചത് തന്നെ ആയിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്ത് വെറുതെ നിങ്ങൾ അങ്ങനെ അത് വായിക്കാതെ പോകരുത്. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കി നിങ്ങൾ ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ പോലും നിങ്ങളത് വായിക്കുക. അല്ലെങ്കിൽ കണ്ണ് ഒന്ന് പറയും, തലച്ചോറ് വേറെ ഒന്ന് പറയും, പ്രവൃത്തി വേറെ ഒന്നായിരിക്കും. കണ്ണിൽ കാണുന്നതല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുന്നത്. കാണുന്നത് വേറെയാണ്, നോക്കുന്നത് വേറെയാണ്. അത് രണ്ടും വേറെയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങൾ ഒരിക്കൽ 2 or 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പരീക്ഷാ ഹാളിൽ അത് കൃത്യമായി മനസ്സിലാക്കണം. റിലാക്സ് ചെയ്തതിന് ശേഷം അത് കൃത്യമായി മനസ്സിലാക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. കണ്ടില്ലേ, ഇവിടെ ഇതിന് ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് OMR ഷീറ്റ് തരും. അതിലാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ. അത്തരത്തിലുള്ളത് നമുക്ക് 50 ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആദ്യത്തെ പേജിൽ 6 എണ്ണത്തിൻ്റെ ഇംഗ്ലീഷ് തരുന്നു, അടുത്ത പേജിൽ 6 എണ്ണത്തിൻ്റെ ഹിന്ദി തരുന്നു. നമുക്ക് ആ പേജുകൾ ഇംഗ്ലീഷിലുള്ളത് മാത്രം നമ്മൾ നോക്കുന്നു. നിങ്ങൾ ഹിന്ദി മീഡിയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ ഹിന്ദി മീഡിയത്തിൽ നിങ്ങളത് തിരഞ്ഞെടുത്ത് എഴുതുക. അതിലുള്ള ചോദ്യങ്ങൾ ആൾട്ടർനേറ്റീവ് ഉണ്ടാവും. ആ ചോദ്യത്തിൽ ആൾട്ടർനേറ്റീവ് ഇല്ല എങ്കിൽ നിങ്ങൾ 0 എന്ന് കൊടുക്കണം എന്ന് ഉത്തരം ഇതിൽ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ 0 എന്ന് കൊടുക്കണം. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ചിലപ്പോൾ നെഗറ്റീവ് സെന്റൻസ് തന്നിട്ടും ഉണ്ടാവും. ഇപ്പോൾ നോട്ട് എ ക്രൈറ്റീരിയൻ എന്നുള്ള ഒരു നെഗറ്റീവ് സംഗതി തന്നിട്ട് നമ്മെ ഒന്ന് ചെറുതായി ഒന്ന് പരീക്ഷിക്കുന്ന, പരീക്ഷയ്ക്കകത്തെ ഒരു പരീക്ഷണമുള്ള രൂപത്തിലും ഉണ്ടാകും. അതെല്ലാം തന്നെ നന്നായി മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യുക. ഇത്തരത്തിലുള്ള പരീക്ഷകൾ ഇതൊരു കോമൺ ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്. ഇത് ഗുളികകളുടെ രൂപത്തിൽ നിങ്ങൾ വാങ്ങിച്ച് പഠിച്ചാൽ വളരെ വലിയ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ റെഫറൻസ് ബുക്കുകൾ നോക്കിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാവുക എന്നുള്ളതാണ് വിനീതമായ എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് BE GE 101 എന്നുള്ള പരീക്ഷാ പേപ്പർ നോക്കാം. BE GE 101, നമ്പർ ഓഫ് പ്രിന്റഡ് പേജസ് 8, ജൂൺ 2021. എലക്റ്റീവ് കോഴ്സസ് ആണ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് ഈക്വൽ മാർക്ക്. ഇവിടെ A എന്നുള്ള എല്ലാറ്റിനും 5 എണ്ണം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉപചോദ്യങ്ങളായിട്ട് 5 എണ്ണം ഇവിടെ 5 എണ്ണം ഇവിടെ തന്നിരിക്കുന്നു. ആ 5 എണ്ണത്തിൽ ഒന്നാമത്തതിലെ A എന്നുള്ള ഒരു ചോദ്യം, A എന്നുള്ള ചോദ്യത്തിന് 5 × 2, ആ 1-ൽ A എന്നുള്ള ചോദ്യത്തിനാണ് ഈ പറഞ്ഞ ഇത്രയും മാർക്കുകൾ ഉള്ളത്. 5 × 2 10 മാർക്ക് എന്ന് മനസ്സിലാക്കുക. പിന്നെ B എന്നുള്ള ചോദ്യം വേറെ ഒരു എണ്ണമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ എനി 2 ഓഫ് ദ ഫോളോയിങ് ഗിവൻ സ്യൂട്ടബിൾ എക്സാമ്പിൾസ് എന്നുള്ള നിലക്ക് താഴെ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ നിന്ന്, അപ്പം ഇന്റേണൽ ചോയ്സിൻ്റെ അകത്ത് ഇന്റേണൽ ചോയ്സസ് തന്നിരിക്കുന്നു. 2 × 5 മാർക്ക് വീതം ഈ 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എഴുതുക എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് നേരിട്ട് ഇതെല്ലാം 10 മാർക്കിൻ്റെയാണ് ഇത്രയും B എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം. ഇവിടെ നമ്മൾ കണ്ടത് 2 × 5 10 മാർക്ക്, ഇവിടെ 5 × 2 10 മാർക്ക്. അപ്പൊ ഈ 1-ൽ തന്നെയാണ് Aയും Bയും എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ A എന്ന് പറയുന്നതിൽ നിന്ന് ഈ 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം, മറ്റൊന്ന് അതേപോലെ തന്നെ ഈ 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം. അങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഇന്റേണൽ ചോയ്സിന്റെ അകത്ത് വീണ്ടും അതൊരു ചോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പോയിന്റ് നമ്പർ 2-ലെ A എന്നുള്ളത് ഇതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു 5 സ്കോർ. അടുത്തത് B എന്നുള്ളത് 2 എണ്ണം എഴുതാനുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 5 × 2 10 സ്കോർ. അത് സ്വാഭാവികമായും നിങ്ങൾ വളരെ നന്നായി ഇവിടെ 10 മാർക്കിന്റെ തന്നെ നേരിട്ടൊരു ചോദ്യം തന്നിരിക്കുന്നു. 10 മാർക്കിന്റെ തന്നെ നേരിട്ടൊരു ചോദ്യം ഇവിടെ തന്നിരിക്കുന്നു. ഇത് രണ്ടും ചേർന്ന് ഈ മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തതിൽ കൃത്യമായി AB എന്ന് പറഞ്ഞ് 10 + 10 എന്നുള്ളത് തന്നിരിക്കുന്നു. നാലാമത്തതിലെ 150 വാക്കിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. 2 × 10 20 മാർക്ക് എന്നുള്ള രൂപത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്.
ഓരോന്നിലും എന്ന് മനസ്സിലാക്കുക. അതേപോലെ അഞ്ചാമത്തെ ചോദ്യത്തിന് മൊത്തം 20 മാർക്ക്. അതിൽ എ എന്നുള്ളത് എഴുതുമ്പോൾ ആൻസർ ദ ക്വസ്റ്റ്യൻസ് 2 എണ്ണം ഇൻറ്റു 5 10 മാർക്ക് എന്നുള്ളത് ഇവിടെ തന്നിരിക്കുന്നു. അതിൽ ഈ ഉള്ളതിൽ നിന്ന് 2 എണ്ണമാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ അടുത്തത് നമ്മൾ അത് ഒന്ന് എടുക്കുമ്പോഴാണ് 10 മാർക്ക് വേറെ ഒന്ന് കിട്ടുന്നത്. ഇവിടെ കൃത്യമായി തന്നിരിക്കുന്നു ബി എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്പർ ന്യൂമറിക്കൽ നമ്പർ 1 2 3 എന്നുള്ളതും എ ബി സി എന്നുള്ളതും സ്മാൾ 1 സ്മാൾ 2 സ്മാൾ 3 സ്മാൾ 4 എന്നുള്ള ഈ 3 തരത്തിലുള്ള പാറ്റേണും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആറാമത്തെ ചോദ്യത്തിൽ വേറെ ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. 5 മാർക്കിന്റെ 1 2 3 4 എന്നുള്ള ഒരു മേഖല, 5 മാർക്കിന്റെ ഡു ആസ് ഡയറക്റ്റഡ് എന്നുള്ള രൂപത്തിൽ 5 മാർക്കിന്റെ ഒരു 4 എണ്ണം തന്നിരിക്കുന്നു. പിന്നെ ഒരെണ്ണം അതിൽ തന്നെ സി എന്നുള്ള ഒരു പാറ്റേൺ, ബിയിലെ ഇന്റേണൽ ചോയ്സസ്, എയിലെ ഇന്റേണൽ ചോയ്സസ്, സി എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ഒരെണ്ണം 10 മാർക്കിന്റെയും തന്നിരിക്കുന്നു. അപ്പോൾ വളരെ ആഴത്തിൽ നിങ്ങൾ ചോദ്യ പേപ്പർ നേരത്തെ മനസ്സിലാക്കണമെന്ന് ഒരു ഗുരുനാഥൻ എന്നുള്ള നിലക്ക്, മുൻ അനുഭവമുള്ള വ്യക്തി എന്നുള്ള നിലക്ക് ഒരുപാട് നിങ്ങളോട് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മുൻകൂട്ടി പരിശീലിച്ചിട്ട് തന്നെ പോകണം. ഒരെണ്ണം മാത്രം പരിശീലിച്ചു പോയാൽ അതായിരിക്കില്ല അടുത്തത് വരിക. ചുരുങ്ങിയത് ഒരു 4 സെറ്റ് ചോദ്യ പേപ്പറെങ്കിലും നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം എന്ന് മനസ്സിലാക്കുക. നമുക്ക് BEGE ഇപ്പോൾ കണ്ട ഈ പാറ്റേണിൽ നിന്ന് വേറെ ഒരു നേരത്തെ 10 പേജ് ആണെങ്കിൽ ഇവിടെ 7 പേജാണ് തന്നിരിക്കുന്നത്. BEGE 101 ഡിസംബർ 2021 ഏറ്റവും അവസാനം തന്നത് 3 മാർക്ക് 3 അവേഴ്സ് 3 മണിക്കൂർ 100 മാർക്ക്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്ന് പറഞ്ഞിരിക്കുന്നു. 1 എയിലെ തന്നിരിക്കുന്നു, അത് നമുക്ക് ഒരു ചോദ്യമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഉള്ളത് ഈ 1 എയിൽ തന്നെ 10 മാർക്ക്. ഇത് വായിച്ചതിന് ശേഷം അതിൽ ഓരോന്നിനും കമ്പൾസറി ഉത്തരം എഴുതാൻ 2 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 5 മാർക്ക് 3 മാർക്ക് എന്ന് വല്ലാത്ത ഒരു മാർക്കുകളുടെ കോമ്പിനേഷൻസ് ഇട്ട് മൊത്തം ഇവിടെ നമുക്ക് 20 മാർക്കുള്ള രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. ഇത് വേറെ ഒരു പാറ്റേൺ ആണ്. ബി എന്നുള്ള സെക്ഷനിലെ 10 മാർക്കിന്റെ വേറെ ഒരു പാറ്റേൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതും വളരെ നന്നായി മനസ്സിലാക്കുക. 2 എ 10 മാർക്കിന്റെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. 2 ബിയിൽ 5 മാർക്കിന്റെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. അതുപോലെ തന്നെ 5ലെ 1 മാർക്ക് വീതമുള്ള 5 എണ്ണം തന്നിരിക്കുന്നു. 5 × 1 5, അങ്ങനെ 5 5 10 10 20 മാർക്കിന്റെ ഒരു ചോദ്യം. അല്ലെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ഒന്ന് എടുത്താൽ ഇതേപോലെ തന്നെ 5 ഓരോ മാർക്കുള്ള 5 എണ്ണവും 2 എണ്ണം എഴുതാൻ 10 മാർക്കിന്റെ 2 എണ്ണം എഴുതാനുള്ള ഒരു 20 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 10 മാർക്ക് വീതം 2 എണ്ണം, 150 വാക്കുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതിയാവും. 1 2 3 4 5 6 7, ആവറേജ് 7 8. ഇവിടെ നോക്കൂ, 1 2 3 4 വാക്ക്. ഇതും 4 വാക്കാണ്. ഇവിടെയും ഉള്ളത് വാക്കുകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലൈനിൽ ഒരു 6 വാക്ക് അല്ലെങ്കിൽ 7 വാക്ക് 7 വേർഡ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 20 പേജിൽ 150. അപ്പോൾ 20 ലൈനിൽ ഒരു പേജിൽ 150 വാക്കുകൾ. അറ്റ്ലീസ്റ്റ് ഒരു 3/4 പേജെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. അര പേജോളം എഴുതിയാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. അര പേജ് മാത്രം നിങ്ങൾ എഴുതി ചെറിയ അക്ഷരത്തിലാണ് എങ്കിൽ ഇത്തിരി നന്നായി എഴുതാനുള്ള സ്ഥലമുണ്ട് എങ്കിൽ 2 3 ലൈൻ വിട്ടതിന് ശേഷം അടുത്ത ചോദ്യം എഴുതുക. ചിലപ്പോൾ ഒന്ന് ഓർത്ത് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് എഴുതി പിടിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ 20 മാർക്കിൻ്റെ ചോദ്യം തന്നിരിക്കുന്നത് ഒരു എ എന്നുള്ള സെക്ഷന് 15 മാർക്കും ബി എന്നുള്ള സെക്ഷന് 5 മാർക്ക് വീതമാണ് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബി എന്നുള്ള സെക്ഷനിലെ ഇന്റേണൽ ആയിട്ട് വീണ്ടും ABCD 1 2 3 5 എണ്ണം തന്ന് 5 മാർക്കിന്റെ മറ്റൊന്ന് തന്നിരിക്കുന്നു. ആറാമത്തെ ചോദ്യവും ഇതേപോലെ തന്നെ 5 മാർക്കിന്റെ കുറെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, 5 മാർക്കിന്റെ മറ്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്ന് അങ്ങനെ 10 മാർക്ക് തന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് 6 എയിൽ കാണിച്ചിരിക്കുന്നത്. ബിയിൽ അതേപോലെ തന്നെ 5 മാർക്കിന്റെ ഒരു സെറ്റാണ് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തമാണ് ഓരോ സെഷനിലും പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും അവസാനം കടന്നുപോയ ഡിസംബർ 2021 പരീക്ഷാ പേപ്പർ. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളതിൽ നമുക്ക് ഏതാണ് എന്ന് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് സോഷ്യോളജി പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. സോഷ്യോളജി പേപ്പറിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എന്ന് തോന്നുന്നു. 3 മാർക്ക് 3 അവേഴ്സ് 3 മണിക്കൂർ 100 മാർക്ക്, 5 ചോദ്യം 400 വാക്ക് വീതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 200 175 200
വാക്കുകളാണ് ഒരു പേജ്. അപ്പോൾ 2 ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് 2 പേജ് അല്ലെങ്കിൽ 2.25 പേജിൽ നമുക്ക് 400 വാക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കൈയക്ഷരത്തിൻ്റെ വലിപ്പം എന്താണ് എന്ന് നോക്കി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 400 വാക്കിലാണ് തന്നിരിക്കുന്നത്. അറ്റംപ്റ്റ് എനി 5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 എണ്ണം മാത്രം തന്ന് 5 എണ്ണം എഴുതാൻ സിംപിളി പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു സിമ്പിളായിട്ട് നമുക്ക് എസ്സേ ടൈപ്പിലുള്ള ഒരു ചോദ്യമാണ് എന്ന് തോന്നുന്നു. അതേ പരീക്ഷ തന്നെയാണോ അടുത്തത് തന്നിരിക്കുന്നത് എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പാറ്റേൺ ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ള പാറ്റേണിൽ നമുക്കൊരു പരിചയപ്പെടാം. 2 മണിക്കൂർ 50 മാർക്ക്. ആൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. എല്ലാം കമ്പൽസറി എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ 1 കമ്പൽസറി, ബാക്കിയുള്ളതിൽ ഇന്റേണൽ ചോയ്സസ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം കമ്പൽസറി എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ആൻസർ എനി 4 ഓഫ് ദ ഫോളോയിങ് 100 വേർഡ്സ്. അവിടെ നമുക്ക് ചോയ്സ് തന്നിരിക്കുന്നു. ഒന്നാമത്തത് കമ്പൽസറി. ആ 1 നിങ്ങൾ എഴുതിയേ പറ്റൂ. ആ 1-ൽ 1 2 3 4 5 6-ൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണം എഴുതുന്ന രൂപത്തിൽ അങ്ങനെ ഒന്നാമത്തെ ചോദ്യം പൂർത്തീകരിക്കാം. രണ്ടാമത്തെ ചോദ്യം അതിൽ കൃത്യമായിട്ട് ഒന്നിലോ ഇത് 10 മാർക്കിന്റെ ഓർ ഇത് 10 മാർക്കിന്റെ. ഈ രണ്ടാമത്തെ തന്നിരിക്കുന്നതിന്റെ അകത്ത് തന്നെ ഇന്റേണൽ ചോയ്സസ് തന്നിരിക്കുകയാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം ഒരു 10 മാർക്ക്. ഇതാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും 1 എഴുതുന്ന രൂപത്തിൽ അതിൽ 10 മാർക്ക് എന്നുള്ള. ഞാൻ കണ്ടന്റിലേക്ക് പോകുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസൈൻ ബ്ലൂ പ്രിന്റ് മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തത് എല്ലാം കമ്പൽസറിയാണ്. അപ്പോൾ ഒന്നിലോ ഇത് എഴുതണം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉള്ളത് എഴുതണം. 10 മാർക്ക് വീതം. അതുപോലെ തന്നെ ഇവിടെയും ഇത് 1 അല്ലെങ്കിൽ ഇത് 1 10 മാർക്ക് വീതം. അങ്ങനെ 5 എണ്ണത്തിന് 50 മാർക്ക് വീതം എന്നുള്ള. അപ്പോൾ ചോയ്സ് ഇന്റേണൽ ചോയ്സസ് മിങ്കിൾ ആക്കിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പേപ്പറും കൂടി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ 2 പേജേ തന്നിട്ടുള്ളൂ. CBCS ജനറൽ ആൻഡ് ഓണേഴ്സിന് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഡിസംബർ 2021 ഏറ്റവും അവസാനം നടത്തിയ BEGAE 182 എന്നുള്ള പേപ്പറിലുള്ള 2 മണിക്കൂർ 50 മാർക്കിനുള്ള ഓൾ ആർ കമ്പൽസറി എന്നുള്ള ആ ഒരു ബുക്ക് ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തത് മൊത്തം 4 എണ്ണം എഴുതണം. ആൻസർ എനി 4. അപ്പൊ മൊത്തം 50 മാർക്കാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. 50 മാർക്ക്. ആൾ ആർ കമ്പൽസറി എന്നും പറഞ്ഞിരിക്കുന്നു. എല്ലാം കമ്പൽസറി ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻസർ എനി 4 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 100. ഈ ഒന്നാമത്തതിന് മാത്രമാണ് ഈ ഒരു മാർക്ക്, ഇന്റേണൽ മാർക്ക്. അപ്പോൾ കോംപ്ലിക്കേഷൻ ആകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 × 5 20. ഈ ഒന്നാമത്തതിൽ നിന്ന് ഇത്രയും 4 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 1 2 3 4 5 6 എണ്ണം തന്നിരിക്കുന്നു. ഈ 6 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എഴുതി 20 മാർക്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അറ്റൻഡ് ചെയ്താൽ 20 മാർക്ക്. ആൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. അപ്പോൾ 1 നിർബന്ധമായും എഴുതണം. അതിൽ ഇതിൻ്റെ അകത്ത് നിന്ന് 4 എണ്ണം എടുത്ത് 20 മാർക്ക്. അടുത്തത് 10 മാർക്കിന്റെ. ഈ ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. അത് ചോയ്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എഴുതിയില്ലെങ്കിൽ അത് മൊത്തം ആ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അടുത്തത് മൂന്നാമത്തതും അതുപോലെ തന്നെയാണ്. 10 മാർക്കിന്റെ ഒരു ചോദ്യം. നാലാമത്തത് 10 മാർക്കിന്റെ ഇന്റേണൽ ചോയ്സസ് തന്നിരിക്കുന്നു. ഇന്റേണൽ ചോയ്സസ് തന്നെ രസകരമായ ചോയ്സ് ആണ്. നോക്കൂ, നാലാമത്തതിൽ ഇത് മാത്രം എഴുതിയാൽ 10 മാർക്ക്. ഇത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ 2 തലത്തിൽ നിന്ന് എഴുതിയിട്ട് 5 5 + 10 മാർക്ക്. അങ്ങനെ 10 മാർക്ക് 20 30 40 ഇവിടെ 60. അതിൽ ഇതിൻ്റെ അകത്ത് ചോയ്സസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. എല്ലാം നിങ്ങൾ വളരെ മനോഹരമായിട്ട് എഴുതുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു സുപ്രധാനമായ അറിയിപ്പ് നിങ്ങളോട് പറയാനുള്ളത് പരീക്ഷയാണ്. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം വെറുതെ വിത്ത് ഭൂമിയിൽ വിതച്ചിട്ട് ബാക്കി ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് നിങ്ങൾ ഉഴപ്പരുത്. മറിച്ച് നന്നായി പരിപാലിക്കണം. പരിപാലിക്കേണ്ട സമയത്ത് തന്നെ പരിപാലിക്കണം. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, മലയാളത്തിലും അതേ ചൊല്ല് തന്നെ ഉണ്ട്. കാറ്റുള്ള പോത് തൂற்றிക്കൊൽ.
അഥവാ കാറ്റുള്ളപ്പോൾ പാറ്റണം. അപ്പം നിങ്ങളുടെ സമയം ഇപ്പോഴാണ്. മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് പാറ്റാൻ കഴിയില്ല, അത് വേറെ ഒരു സംഗതിയായി മാറും. അപ്പം ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു കാര്യമേ മുബാറക് മാസ്റ്റർ ഊന്നി പറയുന്നുള്ളൂ: മോർ പ്രാക്ടീസ്, മോർ പ്രാക്ടീസ്, മോർ പ്രാക്ടീസ്. അങ്ങനെ മനോഹരമായി പ്രാക്ടീസ് ചെയ്ത് മോഡൽ പരീക്ഷകളിലൂടെ നിങ്ങൾക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള താങ്കൾക്ക് അന്വേഷണമോ ആവശ്യമോ ഉണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഇഗ്നോയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ചോദ്യപേപ്പറുകൾ നമുക്ക് ലഭ്യമാണ്. എല്ലാ നന്മകളും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിനും അങ്ങനെ ഈ സമൂഹത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. പതിവ് പോലെ തുടക്കത്തിൽ പറഞ്ഞ അതേ അഭ്യർത്ഥന വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്: ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നല്ല പരീക്ഷാ ദിനങ്ങൾ ആശംസിക്കുന്നു. മാത്രമല്ല 8 മണിക്കൂർ പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ 8 മണിക്കൂർ ഉറങ്ങണം, 8 മണിക്കൂർ മറ്റ് സംഗതികൾ ചെയ്യണം. ഒന്നിച്ച് 8 മണിക്കൂർ പഠിക്കരുത്. 40 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് ഒരു പാട്ട് കേൾക്കുക, 40 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് മുറ്റത്തൊന്ന് വെറുതെ ഒന്ന് നടക്കുക, ശ്വാസോച്ഛ്വാസം ചെയ്യുക, ഒരു റിലാക്സേഷൻ മെഡിറ്റേഷൻ ചെയ്യുക, 40 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റോ 20 മിനിറ്റോ വെറുതെ ഒന്ന് മയങ്ങുക, ചെറിയ ഒരു വിശ്രമം, ഒന്ന് ഉറങ്ങുകയല്ല, ഒന്ന് മയങ്ങുക. അതുപോലെ 40 മിനിറ്റ് നിങ്ങൾ ഒരു വർക്ക് ചെയ്യുക, അമ്മയെയോ അച്ഛനെയോ സഹായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒറ്റക്കുള്ള ഒരു അന്തരീക്ഷത്തിലാണ് എങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അലക്കാനുള്ളതോ മറ്റെന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുത്ത് ഒന്ന് ചെയ്യുക. അടുത്ത ഒരു 40 മണിക്കൂർ ഭംഗിയായി പഠിക്കുക. ഉള്ള ബാക്കി ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ മറ്റെന്തെങ്കിലും ഒരു ക്രിയാത്മകമായ മറ്റൊരു ജോലിയിൽ ഏർപ്പെടുക. അങ്ങനെ പഠനവും ഒപ്പം തന്നെ മറ്റൊന്നും, നിങ്ങൾക്കുള്ള നല്ല ഒരു വർക്ക് പ്ലേസ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഏരിയ എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പഠനാന്തരീക്ഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈശ്വരൻ നിങ്ങളുടെ പ്രയത്നത്തിന് പ്രതിഫലം നൽകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ. പ്രവർത്തിക്കാതെ എനിക്കിതാ എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര തേങ്ങ പൊട്ടിച്ചാലും, എത്ര യാസീൻ ഓദിച്ചാലും, എത്ര നേർച്ച നേർന്നാലും നിങ്ങൾക്ക് ഫലം കിട്ടില്ല. കാരണം നിങ്ങൾ പ്രവർത്തിച്ചാലേ നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ. പ്രവർത്തിക്കാതെ വെറുതെ ഈശ്വരൻ ഈ വീടിൻ്റെ അള്ളാഹു, ഈ വീടിൻ്റെ കർത്താവ്, ഈ വീടിൻ്റെ രക്ഷകൻ എന്ന് നമ്മൾ എഴുതി വച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ദൈവഭയവും ദൈവചിന്തയും നല്ല പ്രചോദനവും. പ്രകൃതിയെയാണ് നിങ്ങൾ ഉപാസിക്കുന്നത്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഊർജം നൽകുന്ന ശക്തി ഏതാണോ ആ പ്രപഞ്ചത്തെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പ്രാപഞ്ചിക സത്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.